السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم فصل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന ശീർഷകത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി യുവജന സംഘം അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ ജില്ലകളിലും പ്രത്യേകം തിരഞ്ഞെടുത്ത് അതിന് നേതൃത്വം നൽകുന്ന ആ കർമ്മസേനയാണ് പ്ലാറ്റ്യൂൺ എന്ന് പറയുന്ന നമ്മുടെ കർമ്മസമിതി. കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ ആ സേവന സംഘം ഇന്നിവിടെ നടത്തുന്ന ഈ ഒരു പ്ലാറ്റ്യൂൺ അസംബ്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടികളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒരുപാട് സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും വീക്ഷണങ്ങളും നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാവർക്കും പറയാനുള്ളത് അവകാശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും നേടിയെടുക്കാനും നമുക്കെന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചാണ് ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ശബ്ദങ്ങളുമെങ്കിൽ അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധാർമ്മികതയുടെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ ആ ഒരു പ്രകാശം ലോകത്തിന് വിതറിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനം SYS എന്ന് പറയാനുള്ളത് ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. ഓരോ വ്യക്തികൾക്കും അവരവരുടെ ഉത്തരവാദിത്വ നിർവഹണം പൂർത്തിയാക്കുമ്പോഴാണ് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള അർഹതയുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ മനുഷ്യരോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന
പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ ഒരു നിർദ്ദേശം പാലിച്ചുകൊണ്ടുള്ള ജീവിതം, ആ ജീവിതമാണ് ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എന്ന് വർത്തമാനകാല സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ആരോടെല്ലാം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്? وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَا تَشْكُرُونَ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങൾക്കുള്ള ഹൃദയവും നിങ്ങൾക്കുള്ള എല്ലാം നൽകിയ ജഗത് നിയന്താവായ റബ്ബുൽ ഇസ്സത്തായ സൃഷ്ടികർത്താവായ അള്ളാഹുവിനോടുള്ള കടപ്പാട് നിങ്ങൾ മറന്നു പോവാൻ പാടില്ല. അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുന്നവരാവണം. സഹോദരന്മാരെ, ഈ ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒരു നിമിഷം ചിന്തിക്കുക. നമ്മളെന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളുടെയും എല്ലാ മാലിക് ആരാണ്, ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണെന്ന് നിസ്സംശയം നമുക്ക് മറുപടി പറയാൻ കഴിയും. അല്ലാഹു തരാത്ത എന്തെങ്കിലും സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അല്ലാഹു തരാത്ത എന്തെങ്കിലും ജീവിത സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലാത്ത എന്തെങ്കിലും നമ്മുടെ സ്വന്തം വകയായി ഇതെന്റേത് മാത്രമാണെന്ന് പറയാൻ, നമ്മുടേതെന്ന് പറയാൻ എന്താണ് നമ്മുടെ കൈവശമുള്ളത്? അതുകൊണ്ട് അല്ലാഹു പരിശുദ്ധമായ മതം ഇസ്ലാം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ പട്ടികയിൽ ആദ്യമായി കടന്നു വരുന്നത്, ഓ മനുഷ്യ, നിന്നെ പടച്ചിട്ടുള്ള നിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വം നീ നിർവഹിക്കുക എന്നുള്ളതാണ്. ആരാധനാ കർമ്മങ്ങളെ അതിൻ്റെതായ നിയമവിധേയമായി അതിന്റെ നിയമ സംവിധാനങ്ങളോട് കൂടി തന്നെ നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം ആ അള്ളാഹു നമുക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം, ഭാര്യമാരോടും മക്കളോടുമുള്ള ഉത്തരവാദിത്വം. ഒരു രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പൗരം എന്ന നിലക്ക് ഈ രാജ്യത്തിനോടും രാജ്യത്തുള്ള മറ്റു ജനങ്ങളോടും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊൽ. നിങ്ങൾ ഓരോരുത്തരും ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ എത്തിപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് അല്ലാഹു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. നിങ്ങളൊരു ഭരണാധികാരിയാണെങ്കിൽ ഭരണീയരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇസ്ലാമിന്റെ ഉദാത്തമായ മനോഹരമായ ആത്മീയമായ ആ ഒരു ചരിത്രം നാം പരിശോധിച്ചു നോക്കുമ്പോൾ പൂർവസൂരികളായ ഇസ്ലാമിക ഭരണകർത്താക്കളിൽ നിന്ന് എത്രയോ ഉജ്ജ്വലമായ ജീവിത മാതൃകകൾ നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണമേറ്റെടുക്കുന്ന സമയത്ത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞത്, ഈ മദീനയുടെ താഴ്വരയിൽ ഈ റോട്ടിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു കുതിര, ഒരു ഒട്ടകം ഈ ഭാഗത്തുള്ള ഏതെങ്കിലും റോഡിന്റെ കുഴിയിൽ വീണ് അതിന് വല്ല അപകടവും സംഭവിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട ഉമർ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ഭീതിയിലാണ് എനിക്ക് ഈ അധികാരം ഏൽക്കുന്നതിന് വളരെ പ്രയാസമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മഹാത്മാഗാന്ധി പോലും പറഞ്ഞത് ഈ രാജ്യത്ത് ഉമറിന്റെ ഭരണം വരണമെന്നാണ്. എന്താണ് ഉമറിന്റെ ഭരണത്തിന്റെ പ്രത്യേകത? ഉത്തരവാദിത്വം. അത് മുഖമുദ്രയാക്കിയ ഭരണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പാതിരാത്രിയിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് പ്രച്ഛന്നവേശനായി മദീനയുടെ താഴ്വരയിലൂടെ, മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഊര് ചുറ്റിയൊരു ഭരണാധികാരിയുടെ ചരിത്രം ലോകത്തിന് പറയാനുണ്ടെങ്കിൽ ഇസ്ലാമിക സമൂഹമേ, നമുക്കത് ഉച്ചത്തിൽ വളരെ മനോഹരമായി നമുക്കത് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്നാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാതും നിങ്ങളുടെ ഹൃദയവും അല്ലാഹു നിങ്ങൾക്ക് തന്നതാണെങ്കിൽ
അതിന്റെ പിന്നിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്ത് കാണണം എന്നത് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കേൾവി കൊണ്ട്, നിങ്ങളുടെ കാതുകൊണ്ട് നിങ്ങൾ എന്ത് കേൾക്കണമെന്നത് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ വിദ്വേഷങ്ങളും അരുതായ്മകളും അതേപോലെ തന്നെ മറ്റുള്ള മോശപ്പെട്ട ചിന്തകളും കടത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്ന് അല്ലാഹു നിർദ്ദേശിച്ചതാണ്. അതുകൊണ്ട് ഇവയെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സൗഖ്യങ്ങൾ, എന്തെല്ലാം സന്തോഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ചെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഉത്തരവാദിത്തത്തിന്റെ വളരെ വിശാലമായ ഒരാഴമേറിയ ഒരു നീണ്ടതായ നിർദ്ദേശങ്ങളുടെ പട്ടിക പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. SYS 70ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമൂഹത്തോട് പറയാനുള്ളത് ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്. ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. അതോടൊപ്പം തന്നെ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വവും നമ്മൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ സ്വഭാവങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. വോട്ടുപിടുത്തവും അതേപോലെ കസേരക്കളികളും എല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ എന്താണ് ഈ രാഷ്ട്രീയക്കാർക്കുള്ള ഉത്തരവാദിത്വം എന്നതിനെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എല്ലാ കളികളുടെയും ലക്ഷ്യം അധികാരം മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അധികാരമാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്വം ഈ രാഷ്ട്രത്തോടും സമൂഹത്തോടും ഇല്ലേ? എന്താണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം? ഭരണപക്ഷത്തെ താഴെ ഇറക്കൽ മാത്രമാണോ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം? ഒരിക്കലും അങ്ങനെയല്ല. ഭരണപക്ഷത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ അത് വളരെ വ്യക്തമായും കൃത്യമായും അവർ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ കൂടി അതിൽ ഇൻവോൾവ് ആക്കി എടുക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ സമരങ്ങളും പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്നതിന് പകരം പരസ്പരം തെറി പറയുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തെ എങ്ങനെ താഴെ ഇറക്കാമെന്ന് ചിന്തിക്കുന്ന പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ എങ്ങനെ നിശബ്ദമാക്കാമെന്ന് ചിന്തിക്കുന്ന ഭരണപക്ഷവും ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ പോലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സുന്നി പ്രസ്ഥാനത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ രാജ്യത്തിന്റെ മഹിതമായ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ മൂല്യം എന്താന്ന് ചോദിച്ചാൽ അത് മതേതരത്വം എന്ന് പറയുന്ന ഈ രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗത്തിനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണല്ലോ നമ്മുടെ മതേതരത്വം, മതനിരപേക്ഷത എന്നൊക്കെ പറയുന്നത്. ആ മതേതരത്വവും മതനിരപേക്ഷതയും അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അതിവിടെ നിലനിർത്താൻ വേണ്ടി യത്നിക്കുന്ന ആളുകൾ അവരാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സുന്നി യുവജന സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല. പക്ഷേ ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് രാഷ്ട്രീയ അവബോധം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഈ രാജ്യം അപകടകരമായ വളരെയധികം ഭീകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അതിനെതിരായി ബോധവൽക്കരിക്കാനും ശക്തമായി രാജ്യത്തിന്റെ ഭരണാധികാരികളെ ശ്രദ്ധ ക്ഷണിക്കാനും ഞങ്ങളെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നേതാക്കന്മാർ അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഓരോ മനുഷ്യനും അവന്റെ സ്വന്തത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും ഈ രാജ്യത്തിനോടുള്ള ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. എത്ര മനോഹരമാണ് നമ്മുടെ ഭരണഘടന. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടി തുടങ്ങുന്ന ഇന്ത്യയുടെ ഭരണഘടന
ലോകത്തിന് തന്നെ സമാനതയില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ ഭരണഘടന. എത്ര മനോഹരമാണ്, എത്ര മനോഹരമായിട്ടുള്ള അക്ഷരങ്ങളാണ് തുടക്കത്തിൽ തന്നെ കോർത്തിറക്കിയിരിക്കുന്നത്. നമ്മുടെ ബഹുസ്വരതയും നമ്മൾ എന്ന് പറയുന്ന ആ ഒരു വാചകവും തന്നെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വൈവിധ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന രാജ്യത്തിന്റെ സിദ്ധാന്തത്തെ വിളിച്ചോതുന്നതല്ലേ? അതിനെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഏതോ ഒരു കോണിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ല. ഈ രാജ്യം ഇനിയും മുന്നോട്ട് പോകണം. രാജ്യത്തുള്ള ജനങ്ങൾ എല്ലാവരും ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി മാറണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ സരണിയാണ്. മഹാനായ റഈസുൽ ഉലമ ശൈഖുനാ സുലൈമാൻ ഉസ്താദ്, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാവ്, രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ശൈഖുനാ ഉസ്താദ് അവർകൾ, മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാര് നേതൃത്വം നൽകുന്ന ആ പ്രസ്ഥാനം ഇന്ന് രാജ്യത്ത് ഒരുപാട് സേവന സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ, ആതുരാലയങ്ങൾക്ക് സമീപം ആയിരക്കണക്കായ സാന്ത്വനം കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഞങ്ങൾക്ക് അധികാരത്തിനോടുള്ള താല്പര്യം കൊണ്ടല്ല, ഞങ്ങൾ ചെയ്യുന്ന SYSന്റെ സാന്ത്വനം പ്രവർത്തനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു കൗൺസിലർ സ്ഥാനം തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല, ഞങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ. ഒരുപാട് പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ ചെയ്യുന്നില്ലേ? രാജ്യത്ത് തുല്യതയില്ലാത്ത നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് ഏപ്രിൽ 18 ഇന്ത്യ രാജ്യത്തിന്റെ മനോഹരമായ വൈജ്ഞാനിക പൂന്തോപ്പിൽ ലോകത്തിന്റെ തന്നെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന ജാമിയ മർകസു സഖാഫത്ത് സുന്നിയ SYSന്റെ സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയ വിദ്യാഭ്യാസ കേന്ദ്രമല്ലേ? നോളജ് സിറ്റി, ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ സൗന്ദര്യം നൽകുന്നതായ വൈജ്ഞാനികമായ പച്ചത്തുരുത്തല്ലേ? ഇതെല്ലാം ലോകത്തിന് ഞങ്ങൾ നൽകുന്നത് ഒരു സേവനത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഭാഗമാണ്. ആരോഗ്യ മേഖലയിലും അതേപോലെ തന്നെ പാരിസ്ഥിതിക മേഖലയിലും അതേപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലും ഒരു SYSന്റെ പ്രവർത്തനങ്ങൾ, SYSന്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് SYSകാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ യുവാക്കളാണ്. ക്രിയാത്മകമായ യൗവനം എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അജണ്ട. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കുക, ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുക, നീതിയുടെ കൂടെ തന്നെ അനീതിയും ലോകത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ആ നീതിക്കെതിരെ പടപൊരുതാനും വിരൽ ചൂണ്ടാനും ആ കാലഘട്ടത്തിലെ സാത്വികരായ മനുഷ്യന്മാർ ലോകത്ത് വന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നീതി നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വർത്തമാനകാല സാഹചര്യത്തിൽ അനീതിക്കെതിരെ പൊരുതാനും നീതിക്ക് വേണ്ടി ശബ്ദിക്കാനും ആ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും എന്റെ SYSന്റെ പ്രവർത്തകന്മാരെ നമ്മൾ ഇവിടെ നിലകൊണ്ടാൽ മാത്രമേ അടുത്തൊരു ഭാവി ഈ സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, മഹാനായ തങ്ങളുടെ കർമ്മഭൂമിയാണ് ഈ കാസർഗോഡ് ജില്ല. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയ വൈജ്ഞാനിക മണ്ഡലത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവത്തിന്റെ വീരേതിഹാസം രചിച്ച മഹാനായ നൂറുൽ ഉലമയുടെ കർമ്മഭൂമിയാണ് ഈ കാസർഗോഡ് ജില്ല. മഹാനായ കൻസുൽ ഉലമ ശൈഖുനാ ചിത്താരി ഉസ്താദിന്റെ കർമ്മഭൂമിയാണ് ഈ കാസർഗോഡ് ജില്ല. ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ SYSന്റെയും സുന്നി പ്രസ്ഥാനത്തിന്റെയും നിരവധി പ്രവർത്തകന്മാർ ഇന്ന് ആറടി മണ്ണിന്റെ ചുവട്ടിലാണ്. അർഹമർ റഹീമീനായ റബ്ബേ, നീ അവരുടെ എല്ലാം പാരത്രിക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.